ഹലോ UK മലയാളി സുഹൃത്തുക്കളെ, ഞാൻ ജോഷി ബ്രിക്കൻഹെഡ് വിറാലിൽ നിന്നും. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന വിഷയം പോലീസിൻ്റെ വിഷയമാണ്. സാധാരണഗതിയിൽ നിങ്ങൾ പോലീസുകാരെ കണ്ടിരിക്കുന്നത് ഒരു നീല, മഞ്ഞ, വെള്ള കളറിലുള്ള കാറിലോ അല്ലെങ്കിൽ മഞ്ഞ വാനിലോ അല്ലെങ്കിൽ വെള്ള വാനിലോ മറ്റോ ആയിരിക്കും പോലീസിനെ കണ്ടിരിക്കുന്നത്. ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ലോക്കൽ ഏരിയയിലുള്ള പോലീസും നിങ്ങൾ മോട്ടോർ വേയിൽ കാണുന്ന പോലീസുമാണ്. മോട്ടോർ വേയിൽ ട്രാഫിക് ഓഫീസർ എന്ന് പറഞ്ഞ് കാണും. അതുകൂടാതെ നോർമൽ കാറിൽ വരെ ഇവിടെ പോലീസ് ഉണ്ട് എന്നുള്ളത് മലയാളികൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് ഉണ്ടായ അനുഭവമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഞാൻ ടാക്സി ഡ്രൈവറാണെന്ന് നിങ്ങൾക്ക് പലർക്കും അറിയാമല്ലോ. ഞാൻ ടാക്സിയുമായിട്ട് അല്പം ഓവർ സ്പീഡ് എടുക്കുകയും ഞാൻ ഒരു കാറിനെ ഓവർടേക്ക് ചെയ്ത് സിഗ്നൽ പിടിക്കാൻ വേണ്ടി നിന്നപ്പം എൻ്റെ റൈറ്റ് സൈഡിൽ അവൻ വീണ്ടും ഓവർടേക്ക് ചെയ്ത് വന്ന് നിന്നിട്ട് അവൻ എന്നോട് ഗ്ലാസ് താത്താൻ പറഞ്ഞു. അപ്പം ഞാൻ നമുക്കൊരു ബുദ്ധിമുട്ടുള്ള മാതിരിയുള്ളൊരു ചെറിയൊരു ദേഷ്യം വരുന്നൊരു ഫേസ് കാണിച്ചിട്ട് ഞാൻ അവനെ മൈൻഡ് ചെയ്യാത്ത രീതിയിൽ ഇങ്ങനെ നോക്കിയപ്പം അവനോട് ഉടനടി, ഞങ്ങളുടെ വണ്ടി സ്റ്റോപ്പാണ്, ഉടനടി അവൻ ID കാണിച്ചു, ഗ്ലാസ് താത്താൻ പറഞ്ഞു. അവന് ഡ്യൂട്ടി ടൈമിൽ പോലും അല്ല ആ പോലീസ് ഓഫീസർ ആയിരുന്നു എന്നുള്ളതാണ് സത്യം. അപ്പം ഞാൻ അവനോട് സോറി പറഞ്ഞതിൻ്റെ പേരിൽ അവൻ പിന്നെ വേറൊന്നിനും പോയില്ല, എന്നോട് കെയർഫുള്ളായിട്ട് ഡ്രൈവ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ പോലീസിൻ്റെ ആ കളർ വാഹനം മാത്രമല്ല, ലോക്കൽ വാഹനങ്ങളിലും ഉണ്ട്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ നാട്ടിലത്തെ സ്റ്റൈലിൽ നിങ്ങൾ ഡ്രൈവ് ചെയ്യുകയും, നമ്മൾ പലവരായിട്ട് ചിലപ്പോൾ നാട്ടിൽ ഓവർടേക്ക് ചെയ്യുന്നതിനും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ ആർഗ്യൂ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ കൈകൊണ്ട് എന്തെങ്കിലും കാണിക്കും. ഇവിടെ നോർമലായിട്ട് പല ആംഗ്യ ഭാഷകളും ആൾക്കാർ കാണിക്കാറുണ്ടല്ലോ. അങ്ങനെയൊക്കെ നിങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അബദ്ധങ്ങളിൽ ചെന്ന് ചാടാനുള്ള സാധ്യതയുണ്ട്. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മൾ റോഡിലൂടെ ഡ്രൈവ് ചെയ്യുമ്പോൾ ആരെങ്കിലും ദേഷ്യം പിടിച്ച് എന്തെങ്കിലും കാണിക്കുകയോ മറ്റോ ചെയ്താൽ ഒരാളെയും ആംഗ്യഭാഷയിലോ അല്ലെങ്കിൽ അയാളെ ഹോണടിച്ച് കൂടുതൽ ദേഷ്യപ്പെടുത്താനോ കാര്യങ്ങൾക്കൊന്നും നിൽക്കരുത്. കാരണം ആ ഉള്ളിലത്തെ ഡ്രൈവർ പോലീസാണോ എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള ബോധ്യം ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ പല അബദ്ധങ്ങളിലും ചെന്ന് ചാടും. അതില്ലാതിരിക്കാൻ വേണ്ടിയുള്ളൊരു ചെറിയൊരു വീഡിയോ ആണ് ഇത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ഒന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ വളരെ ഉപകാരം മറ്റുള്ള കുട്ടികൾക്ക്. താങ്ക് യു എന്ന് നിങ്ങളുടെ സ്വന്തം ജോഷി.